Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. റവ പൊട്ടറ്റോ പാൻകേക്ക്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന ടൈമിൽ ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കി വരാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ബൗളിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് വറക്കാത്ത റവയാണ്. ചെറിയ റവയാണ് എടുത്തിരിക്കുന്നത്. വലിയ റവയാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. തൈര് ചേർത്ത് കൊടുക്കാം. ഇതധികം പുളിയില്ലാത്ത തൈരാണ്. ഇപ്പം പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമുക്ക് ചേർക്കാം. ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നീട് കുറേശ്ശെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ റവ വെള്ളം പിടിച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഈ മാവ് അന്നേരം ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. ആ സമയത്ത് വെള്ളം ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. റവ കുതിർന്നു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് കടുകാണ്. കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 1/2 മുറി സവാള മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണേ. ഇതെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് കായപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരണേ. ഇനി വേണ്ടത് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതാണ്. ഇത് 3 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് കൂടരുത്, കാരണം നമ്മൾ റവയുടെ ബാറ്ററിലും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. പൊട്ടറ്റോ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുതിർന്നു വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് സ്വല്പം കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പരുവത്തിൽ വേണം ഇത് കലക്കിയെടുക്കാനേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂണ് സോഡാപ്പൊടിയാണ്. അതും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ പാൻകേക്ക് തയ്യാറാക്കിയെടുക്കാം. ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തവി മാവ് നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ മസാലയില്ലേ, അതിൽ നിന്ന് ഒരു വലിയ ഉരുള മസാല എടുത്ത് കൈകൊണ്ടൊന്ന് പരത്തിയെടുക്കണം. ഇനി ഇത് ഈ ദോശയുടെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തണം. അതായത് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് 5-6 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനേ. ഒരു വശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് മറിച്ചിടാം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് ചെറു തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് എടുത്തു മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിൽ ഞാൻ ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതേ കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്തും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ റവ പൊട്ടറ്റോ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം.